ഉമ്മ ചോറ് കൊടുത്തയച്ചതാട്ടോ. അപ്പോൾ ഇന്ന് മമ്മിയുടെ ചോറാണ്. ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് കൊടുത്തയച്ചതാണ്. ഇല കീറിപ്പോകുന്നതിനാണ് ചെയ്തത്. ഈ പ്ലേറ്റ് കാണുമ്പോണ്ടല്ലോ, പണ്ട് എനിക്ക് നഴ്സറിയിൽ നീറ്റ പ്ലേറ്റായി ഉണ്ടാറില്ല. നഴ്സറിയിൽ ഇങ്ങനത്തെ പ്ലേറ്റേ ഉണ്ടാവില്ലേ. ഞങ്ങളൊക്കെ ഓരോന്നോരോന്ന് നോക്കി വെക്കുമായിരുന്നേ. ഈ പ്ലേറ്റ് എങ്ങനെ ഇവിടെ എത്തിയെന്ന് വെച്ചാൽ, ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ആരോ ഒന്ന് മേടിച്ചതാ. നല്ല സ്മെല്ലുണ്ട്. കോഴിക്കറിയാണ്. അത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, കോഴിക്കറി ഉണ്ടാവുള്ളൂ. എൻ്റെ വീട്ടിൽ മീൻ മേടിക്കൽ വളരെ കുറവാണ്. കോഴിക്കറിയുണ്ട്. പിന്നെ ഇതെൻ്റെ കൂട്ടുകാരി സിനിയുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം പറിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായല്ലോ, അതിൻ്റെ കറിയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കൂട്ടുന്നത്. എന്തരാവോ എന്തോ. ഇതിൽ ചിക്കൻ പൊരിച്ചത് ഒന്നുള്ളത് കാണിച്ച്, പിന്നെ ഒന്നിൽ ഉപ്പേരി, ഒക്കെ വാഴയിലയിൽ പൊതിഞ്ഞതാട്ടോ. ഉപ്പേരി വരുന്നത് ചേനയാണേ. ചേനൻ്റെ ഉപ്പേരിയാണ് വരുന്നത്. പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണല്ലോ. ചേന ഉപ്പേരി, പായസമുണ്ട്, ചിക്കൻ പൊരിച്ചത്. ഇതൊക്കെ എത്ര കൊടുത്തയച്ചതിൻ്റെ എത്തിനാ. ചിക്കൻ പൊരിച്ചത്. അച്ചാറവിടെ പോയി ഇപ്പം വാങ്ങിയ ഇവിടെ അച്ചാറും എടുത്തോ. ഒന്ന് പൊളിച്ചോടാ. ഈ കറി ഫസ്റ്റ് ടൈം ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. സിനി അപ്പേ പറഞ്ഞിക്ക് കറി നല്ല ടേസ്റ്റുള്ള കറിയാണ്. എന്താ അച്ചാറാണ്? എൻ്റെപ്പോ തുറക്കാൻ പറ്റുന്നൊരു പെടാപ്പാട്. ഇത്രയും ഐറ്റംസാണ് ഉമ്മ കൊടുത്തയച്ചത്. അമ്മയേക്കാൾ വലിയ പോരാളി ലോകത്ത് മറ്റൊരാളില്ല എന്നല്ലേ പറയല്. ചേനുപ്പേരി കൂട്ടിയിട്ട് കുറേ കാലമായിട്ടോ ഞാൻ വെക്കാറില്ല. കാരണം ചേന തൊട്ടാൽ ചൊറിയല്ലോ, ഉടുമ്പ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു സംഭവമാണെന്ന് വിചാരിക്കുന്നു. ചേന തൊട്ടാൽ ചൊറിയും. അതുകൊണ്ട് ഞാൻ ചേനപ്പേരി വെക്കാറില്ല. അടിപൊളി ടേസ്റ്റാണ്. ഉമ്മാൻ്റെ ചിക്കൻ പൊരിച്ചത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് പ്ലേറ്റ് പണ്ടത്തെ നഴ്സറി കാലം തന്നെ ഓർമ്മയാവുക. നഴ്സറിയിൽ ഇട്ട പ്ലേറ്റേ ഉള്ളതായിരുന്നു. ഈ ഒരു പ്ലേറ്റ് ഞാൻ പറഞ്ഞല്ലോ, എവിടെയോ ഒന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ചോറും കഴിക്കാൻ വേണ്ടി മേടിച്ചതാ. ഈ ഒറ്റ ഒന്നേ ഇവിടെ ഉള്ളൂ. അപ്പോൾ
ഈ മഞ്ഞക്കറി അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇനി സിലിണ്ടർ അവിടെ പോയാൽ ഞാൻ ഈ സാധനം വെറുതെ വിടൂല. അരുണിൻ്റെ അമ്മ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് കൊടുത്തുകൂടാ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് മാത്രമൊക്കെ ഡിമാൻഡ് ഉണ്ടോ ഇവിടെ നിന്ന്. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് അടിപൊളി ടേസ്റ്റാണ്. അവളും പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് യൂസ് ചെയ്യാൻ നോക്കാം. പക്ഷെ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇന്നത്തെ വരയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതാ പിന്നെ മെല്ലെ ചോറ് നന്നെ വിശപ്പ് വന്നപ്പം വിശപ്പിൻ്റെ വിളി സഹിക്കാൻ പറ്റാതെ. അപ്പോൾ പിന്നെ വരയൊക്കെ നിർത്തി ചോറും നിന്ന് ഇനി ഒരൊറ്റ ഉറക്കാം. ഇനി നാളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഫിനിഷ് ചെയ്യട്ടെ. നിങ്ങളെ ഒരുപാട് നേരം കൊതിപ്പിക്കുന്നില്ല ഞാൻ. എല്ലാവർക്കും എൻ്റെ ഫുഡിൻ്റെ വീഡിയോ കാണാനും ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. ഒരു ചേട്ടൻ എന്നെ കളിയാക്കി പറയുക ചെയ്യാറുണ്ട്, നീ കഴിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുകയാണോ ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിക്കലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് മനസ്സറിഞ്ഞ് കഴിക്കട്ടെ. ബൈ ദ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.